السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ ഖാമ യുസല്ലി, ഒരു അടിമ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എങ്കിൽ, അത് ഫർളായ നമസ്കാരമാകട്ടെ സുന്നത്തായ നമസ്കാരമാകട്ടെ, ഒരടിമ നമസ്കരിക്കാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ ഉതിയ ബിദുനൂബിഹി കുല്ലിഹ ഫൗദിഅത് അലാ റഅസിഹി വആതിഖൈഹി, അവൻ്റെ മുഴുവൻ തിന്മകളെയും അല്ലാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരും. അതിലെത്രത്തോളം കുല്ലിഹ എന്ന് പറഞ്ഞതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്, അവൻ്റെ വൻപാപങ്ങൾ വരേക്കും അല്ലാഹു സുബ്ഹാനഹു വതആല കൊണ്ടുവരും. ഫൗദിഅത് അലാ റഅസിഹി വആതിഖൈഹി, അത് അവൻ്റെ തലയിലും അതുപോലെ തന്നെ അവൻ്റെ ഷോൾഡറിലുമെല്ലാം ആക്കുകയും ചെയ്യും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫകുല്ലമാ റകഅ ഔ സജദ, അവൻ റുകൂഅ് ചെയ്യുമ്പോഴെല്ലാം അതല്ലെങ്കിൽ സുജൂദ് ചെയ്യുമ്പോഴെല്ലാം തസാഖതത് അൻഹു, അവൻ്റെ ആ തിന്മകൾ മുഴുവൻ വീണു പോവുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിക്കൊണ്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ മുഴുവൻ തിന്മകളും, അതായത് നമ്മുടെ തിന്മകളൊക്കെ പൊറുക്കപ്പെടാൻ ഒരു കാരണമാണ് നമ്മളുടെ നീണ്ട റുകൂഅുകൾ, അതുപോലെ തന്നെ നീണ്ട സുജൂദുകൾ എന്ന് പറയുന്നത്. നമുക്ക് സുന്നത്തായ നമസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോൾ അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കാരങ്ങൾ നമ്മൾ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ കൂടുതലായിക്കൊണ്ട് റുകൂഅുകളും അതുപോലെ തന്നെ സുജൂദുകളും ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ തിന്മകൾ പൊറുക്കപ്പെടാൻ അത് കാരണമായി തീരുമെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, കൂടുതലായിക്കൊണ്ട് സുജൂദിൽ കുറച്ച് മൂന്ന് വട്ടം ചെല്ലാനുള്ളത് ഒരു 5 വട്ടം ചെല്ലിയിട്ടോ അല്ലെങ്കിൽ 6 7 വട്ടം ചെല്ലിയിട്ടൊക്കെ നമ്മളെന്ത് ചെയ്യുക, സുന്നത്തായ നമസ്കാരങ്ങൾ നമസ്കരിക്കുക. ഫർളായ നമസ്കാരങ്ങൾ എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ രൂപത്തിലാണ് എന്ത് ചെയ്യേണ്ടത്, നമസ്കരിക്കണം. അവിടെ നമ്മൾ കുറേ ഓതുക അല്ലെങ്കിൽ കുറേ അദ്കാറുകൾ ചൊല്ലുക, കുറേ നീണ്ട സുജൂദ് ചെയ്യുക എന്നുള്ളത് പല ആളുകൾക്കും പ്രയാസം സൃഷ്ടിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായി നമ്മൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിക്കൊണ്ട് സുജൂദുകളും അതുപോലെ തന്നെ റുകൂഅുകളും ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സുജൂദ് ചെയ്യുമ്പോൾ അതിൻ്റെ കൃത്യമായ രൂപത്തിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നെറ്റിയും അതുപോലെ തന്നെ മൂക്കും നമ്മുടെ കരങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കാൽമുട്ടുകളും അതുപോലെ തന്നെ നമ്മുടെ കാൽവിരലിൻ്റെ പള്ളകളും എല്ലാം നിലത്ത് തട്ടിച്ചുകൊണ്ട് കൃത്യമായി സുജൂദ് നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ സുജൂദ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്നാണ്, നമ്മുടെ ഈ മുഴങ്കൈ, നമ്മുടെ ഈ ദിറാഅ് മുഴുവനായിട്ടും വെക്കാതെ നമ്മുടെ ഈ കൈപ്പത്തി മാത്രം എന്ത് ചെയ്യുക, നിലത്ത് വെക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ നിരോധിച്ചത്. അപ്പോൾ എന്തൊക്കെ സുജൂദിൽ നമ്മൾ ശ്രദ്ധിക്കണോ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ സുജൂദ് ചെയ്യുക. അതുപോലെ തന്നെ റുകൂഉം അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.